നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. In infinite dilution of aqueous solution of barium chloride, molar conductivity of Ba2 plus and Cl minus are 127.32 and 76 Siemens centimeter square mole raised to minus 1 per mole respectively. What is the lambda infinity m for BaCl2 at the same dilution? അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നും കണ്ടക്ടിവിറ്റി എന്നതിനെ കെ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കെ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ 1 by resistivity is called conductivity. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ 1 by rho that is called conductivity അല്ലെങ്കിൽ കെ എന്ന് പറയും. കെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. ഒരു മോൾ വസ്തുവിന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഡ എം എന്ന് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഡ എം എന്ന് പറയുന്നത് വൺ മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടി ഒരു മാക്സിമം വാല്യൂ എത്തും. അതിനെയാണ് നമ്മൾ ലാംഡ 0m അല്ലെങ്കിൽ ലാംഡ ഇൻഫിനിറ്റി എം എന്നൊക്കെ പറയുന്നത്. ദിസ് ഈസ് കാൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓർത്തോണം, ഒരു മോളിന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഒരു മോൾ ഏതെങ്കിലും ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. മോളാർ കണ്ടക്ടിവിറ്റി കൂടി ഒരു മാക്സിമം എത്തും. ദാറ്റ് ഈസ് കാൾഡ് ലാംഡ 0m ഓർ ലാംഡ ഇൻഫിനിറ്റി എം. അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. ഇനി ലിമിറ്റിംഗ് മോളാർ ഏതൊരു വസ്തുവിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിന്റെ ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത് Na പ്ലസും Cl മൈനസും കൊണ്ടല്ലേ. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് Na പ്ലസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് Cl മൈനസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ലാംഡ 0m കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ലാംഡ 0m Ca2 പ്ലസ് ലാംഡ 0m Cl മൈനസ്, 2 Cl ഉള്ളതുകൊണ്ട് 2 into ലാംഡ 0m Cl മൈനസ് ആയിരിക്കും. AlCl3യുടെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ചോദിക്കണം. AlCl3 എന്ന് പറഞ്ഞാൽ അലുമിനിയം ക്ലോറൈഡ് ആണ്. അലുമിനിയം ക്ലോറൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് Al3 പ്ലസും Cl മൈനസും കൊണ്ടാണ്. എത്ര Cl മൈനസ് ഉണ്ട്? 3 Cl മൈനസ് ഉണ്ട്. അപ്പൊ ലാംഡ 0m AlCl3 എന്ന് പറയുന്നത് ലാംഡ 0m Al3 പ്ലസ് 3 into ലാംഡ 0m Cl മൈനസ് ആണ്. അപ്പൊ ഏതൊരു വസ്തുവിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലുള്ള അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ BaCl2 ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞുതരാം, BaCl2 ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ കൊണ്ടാണ്? പറയടെ. Ba2 പ്ലസും Cl മൈനസും. എത്ര Cl മൈനസ് ഉണ്ട്? 2 Cl മൈനസ്. അപ്പൊ ലാംഡ 0m BaCl2 എന്ന് പറയുന്നത് ലാംഡ 0m Ba2 പ്ലസ് 2 into ലാംഡ 0m Cl മൈനസ് ആണ്. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് Ba2 പ്ലസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും Cl മൈനസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 127 തന്നിട്ടുണ്ട്. 127.32 പ്ലസ് 2 into
CL മൈനസിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 76.34 തന്നിട്ടുണ്ട്. അപ്പൊ 76.34 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്തു നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. The specific conductance of a 0.1 molar NaCl solution is 1.06 into 10 raised to minus 2 ohm raised to minus 1 centimeter raised to minus 1. Its molar conductance in ohm inverse centimeter square mole inverse is dash. Molar conductance എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഡ എമ്മിനെയാണ്. ലാംഡ എമ്മിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ലാംഡ എം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന കുറെ ഇക്വേഷൻസ് ഉണ്ട്. കെ ബൈ സി അല്ലെങ്കിൽ 1000 കെ ബൈ എം അല്ലെങ്കിൽ കെ ഇൻറ്റു വി. ഈ മൂന്ന് ഇക്വേഷൻസും അല്ലെങ്കിൽ കെ എ ലാംഡ എം ഇസ് ഇക്വൽ ടു കെ വി അല്ലെങ്കിൽ ലാംഡ എം ഇസ് ഇക്വൽ ടു കെ എ ബൈ എൽ. ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാംഡ എം കണ്ടുപിടിക്കുന്നത്. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു വസ്തുവിന്റെയും ഒരു മോൾ വസ്തു എടുത്തു കഴിഞ്ഞാൽ അത് കറണ്ട് കടത്തിവിടുന്ന അളവാണ് ലാംഡ എം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു 1000 ഇൻറ്റു കണ്ടക്ടിവിറ്റി ബൈ മൊളാരിറ്റി, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു വോളിയം, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇത്ര ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പോ 0.1 മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 0.1 മോളാർ. 0.1 മോളാർ എന്ന് വെച്ചാൽ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നതാണ് കെ. കണ്ടക്ടിവിറ്റി അതിന്റെ മറ്റൊരു പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. കണ്ടക്ടിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്, അല്ലെങ്കിൽ ഏതക്ഷരം കൊണ്ട് കാണിക്കും, കെ എന്ന് പറഞ്ഞ് കാണിക്കും. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.06 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2. അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അല്ലെങ്കിൽ ലാംഡ എം എന്താണെന്നാണ് ചോദ്യം. ലാംഡ എം ഇസ് ഈക്വൽ ടു കെ യു എം തന്നിട്ടുണ്ട്. അപ്പൊ 1000 കെ ബൈ എം എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ മതി. 1000 കെ ഡിവൈഡ് ബൈ എം. നമുക്ക് നോക്കാം. ലാംഡ എം ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.06 ഇൻ 10 റൈസ് മൈനസ് 2. So 1.06 into 10 raised to minus 2 divided by m 0.1. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഇവിടെ 10 raised to minus 2. അപ്പൊ 10 raised to minus 2 ഇവിടുത്തെ 2 0 ക്യാൻസൽ ചെയ്യും. 10 into 1.06 ഓരോരുത്തർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 10 into 0.06 എന്ന് പറയുന്നത് 10 into 1.06 എന്ന് പറഞ്ഞാൽ 0.1 പോയിന്റ് സ്ഥാനം ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് മാറ്റി കുത്തുക. അപ്പൊ 10.6 ഡിവൈഡ് ബൈ 0.1 ആവും. 0.1 എന്ന് പറയുന്നത് 10 raised to minus 1 ആണ്. 10 raised to minus 1 മുകളിൽ പോകുമ്പോൾ 10 raised to 1 ആവും. അതായത് 10.6 into 10 raised to 1. പത്ത് 10.6 ബൈ 10 റൈസ് ടു മൈനസ് 1 എന്നുള്ളത് 10.6 ഇൻറ്റു 10 റൈസ് ടു 1 എന്നാവും. അതായത് 10.6നെ 10 കൊണ്ട് ഗുണിക്കുക. അത് എത്ര കിട്ടും? 106 എന്ന് കിട്ടും. 106 ആണ് ആൻസർ വരേണ്ടത്. 106 എന്നുള്ള ഉത്തരം ഇതിലില്ല. പക്ഷെ
ഇതിൽ ഏതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? എ, ബി, സി ഓർ ഡി? 106 ഉത്തരം വരണം. എവിടെ? എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1.06 × 10² എന്ന് പറയുന്നത് 106 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണ്? ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? Yes, sir. Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The limiting molar conductivity of lambda 0 for NaCl, KBr and KCl. അതായത് lambda 0 NaCl എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 126 തന്നിട്ടുണ്ട്. lambda 0m KBr തന്നിട്ടുണ്ട്. 152 തന്നിട്ടുണ്ട്. lambda 0m KCl തന്നിട്ടുണ്ട്. എത്രയാണ്? 150 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ദ ലാംഡ 0m ഓഫ് NaBr എന്നാണ്. വാട്ട് ഈസ് ദ ലാംഡ 0m ഓഫ് NaBr എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയും നമ്മൾ നോക്കുക, NaCl എന്ന് പറയുന്നത് Na പ്ലസും Cl മൈനസും കൊണ്ട് ചേർന്നതാണ്. Na പ്ലസും Cl മൈനസും ചേർന്നതാണ് NaCl. KBr എന്ന് പറയുന്നത് K പ്ലസും Br മൈനസും ചേർന്നതാണ് KBr. KCl എന്ന് പറയുന്നത് K പ്ലസും Cl മൈനസും ചേർന്നാണ് KCl. നിങ്ങൾക്ക് 3 കാര്യങ്ങളുണ്ട്, 3 സെറ്റ് ഓഫ് അയോൺസ് ഉണ്ട്. ഈ അയോൺസിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. പക്ഷെ Naയും Br കൂടെ ചേർന്ന് NaBr എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേർന്നാണ്? Na പ്ലസും Br മൈനസും കൂടെ ചേർന്നതല്ലേ. അപ്പൊ ഓർക്കണം, ഈ 3 സെറ്റ് ഓഫ് അയോൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് NaBr കിട്ടണം. അതായത് Na വരുന്ന നമുക്ക് ആവശ്യമുള്ള സാധനം NaBr ആണ്. അപ്പൊ Na വരുന്ന ഇക്വേഷനും Br വരുന്ന ഇക്വേഷനും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ കളയണം. അതായത് NaBr ഇല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ കളയണം. Na പ്ലസും Br മൈനസും വരുന്ന ഭാഗങ്ങൾ ആഡ് ചെയ്യണം. Na പ്ലസ് വരുന്ന ഇക്വേഷൻ ഇതാണ്, Br മൈനസ് വരുന്ന ഇതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഈ K പ്ലസും Br Cl മൈനസും നമുക്ക് ഇതിൽ വേണ്ടല്ലോ. അപ്പൊ ഇതങ്ങ് മൈനസ് ചെയ്യണം. അപ്പൊ നോക്കാം, നമുക്ക് Na പ്ലസ് Cl മൈനസും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. K പ്ലസ് Br മൈനസിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് ഇതങ്ങ് കളയുക. K പ്ലസ് Cl മൈനസും കളയുക. അപ്പൊ K പ്ലസും മൈനസ് K പ്ലസും പോയി, പ്ലസ് Cl മൈനസും മൈനസ് Cl മൈനസും പോയി. ബാക്കിയുള്ളത് Na പ്ലസും Br മൈനസും അതിൽ ചേർന്ന് എന്താവും? NaBr. അപ്പൊ നമുക്ക് NaBr കിട്ടും. ഞാനിപ്പോ ഈ NaBr കിട്ടാൻ എന്താണോ ഇതിൽ ചെയ്തത് അതേ സാധനം വാല്യൂസിൽ ചെയ്യണം. അതായത് ആദ്യത്തെ 2 എണ്ണം ഞാൻ ആഡ് ചെയ്തു, അതിൽ നിന്ന് 3ാമത്തെ മൈനസ് ചെയ്തു. അപ്പൊ ലാംഡ 0m കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 എണ്ണം ആഡ് ചെയ്യണം, അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പൊ 126 പ്ലസ് 152 മൈനസ് 150 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ചെയ്യുമ്പോൾ 129 എന്ന് കിട്ടും. അത് തന്നെയാണ് 129 ഇവിടെ ഇല്ല, 128 ഉണ്ട്. അത് തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. വാല്യൂ നമ്മൾ നിയർ ബൈ കറക്റ്റ് വാല്യൂ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിയർ ബൈ വാല്യൂ എടുത്ത് ആൻസർ ആയിട്ട് കൊടുക്കാം. അങ്ങനെ വരാറില്ല, കറക്റ്റ് വാല്യൂ മിക്കവാറും കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 129 പകരം എന്ത് കൊടുത്തത്? 128 എന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ നിങ്ങൾക്ക്? Yes, sir. Yes, sir. Yes, sir. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The EMF of the cell Zn/Zn2 plus. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് IIT 2004 ചോദിച്ച ചോദ്യമാണ്. Zn/Zn2 plus 0.0 ആണ്. അപ്പൊ Zn2 പ്ലസിന്റെ അളവ് വന്നിട്ടുണ്ട് 0.0 തന്നിട്ടുണ്ട്. അത് അപ്പോഴേ മനസ്സിലൊന്ന് വെച്ചോണം. Fe2 പ്ലസിന്റെ അളവ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.001 തന്നിട്ടുണ്ട്. /Fe. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ
ആ സെല്ലിൽ ഒരു ബീക്കറിൽ ഗാൽവനിക് സെല്ല്, ഒരു ബീക്കറിൽ Zn2+ അയോൺ ഉണ്ട്. അതിൽ Zn എന്ന് പറയുന്ന മെറ്റൽ ഇറക്കി വെച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, Zn എന്ന് പറയുന്ന മെറ്റൽ Zn2+ ഇറക്കി വെച്ചിരിക്കുന്നു. രണ്ടാമതൊരു ബീക്കർ ഉണ്ട്, അതിൽ Fe2+ അയോണുകളുണ്ട്. അതിൽ ഏത് ഇലക്ട്രോഡ് ഇറക്കി വെച്ചിരിക്കുന്നു? Fe എന്ന് പറയുന്ന ഇലക്ട്രോഡ് ഇറക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിനെ രണ്ടിനോട് ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്ത് ഒരു സെല്ല് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ Fe എന്ന് പറയുന്ന ഇലക്ട്രോഡ് ഉണ്ട്, ഇതിനെ രണ്ടിനോട് കണക്ട് ചെയ്തിട്ട് ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്ത് ഒരു സെല്ല് നിർമ്മിച്ചിരിക്കുന്നു. ഇത് 298 കെൽവിനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0.2905 ആണ്. അത് വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ആണ് EMF അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. അപ്പോൾ രണ്ട് ബീക്കറുകളുണ്ട്. ഒരു ബീക്കറിൽ Zn2+ സൊല്യൂഷൻ, മറ്റേ ബീക്കറിൽ Fe2+ സൊല്യൂഷൻ. ആദ്യത്തിൽ Zn റോഡ്, രണ്ടാമത്തിൽ Fe റോഡ് ഇറക്കി വെച്ചിട്ട് വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് 0.2905 എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതാണ്? Kcയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ Kcയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ ഒരു ഇക്വേഷൻ അറിയണം. E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591/n ഇൻറ്റു log Kc എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയണം. ഈ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ കാണിക്കുന്ന വാല്യൂ, ഈ വാല്യൂവിനെ നമ്മൾ ഈ സെൽ എന്നാണ് വിളിക്കുന്നത്, സെൽ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മെഷർ ചെയ്യുമ്പോൾ, അതായത് 298 കെൽവിനിലൊക്കെ മെഷർ ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മെഷർ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണ് E0 സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒരു ATM പ്രഷറിലും 298 കെൽവിൻ ടെമ്പറേച്ചറിലൊക്കെ മെഷർ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണ് എന്ന് പറയുന്നത് E0 സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽ മെഷർഡ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഈസ് കാൾഡ് E0 സെൽ. E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591/n ഇൻറ്റു log Kc. പക്ഷെ E0 സെൽ തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്നത് ഈ സെല്ലിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ഇൻറ്റു log ഓക്സിഡൈസ്ഡ് ബൈ റെഡ്യൂസ്ഡ്. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് നേൺസ്റ്റ് ഇക്വേഷൻ എന്നാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർക്കുക, ഏതൊരു സെല്ലിന്റെ E0 സെൽ എന്ന് പറയുന്നത് 0.0591/n ഇൻറ്റു log Kc. നമ്മൾ കണ്ടുപിടിക്കുക Kc ആണ്. ഇപ്പൊ E0 സെൽ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ കൊടുത്തിട്ട് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E0 സെല്ല് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ E0 സെല്ലിന്റെ വാല്യൂ തന്നിട്ടില്ല. നമ്മൾ പുതിയൊരു ഇക്വേഷൻ എഴുതുന്നു. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ഇൻറ്റു log ഓക്സിഡൈസ്ഡ് ബൈ റെഡ്യൂസ്ഡ് എന്നാണ്. ഈ സെല്ലിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 0.2905. അപ്പൊ 0.2905 ഇസ് ഈക്വൽ ടു E0 സെൽ അറിഞ്ഞൂടാ, E0 സെൽ മൈനസ് 0.0591/n സ്ഥാനത്ത് ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ ഇപ്പൊ സിങ്ക് 2 ഇലക്ട്രോൺ കളഞ്ഞ് Zn2+ ആവുന്നു, Fe 2 ഇലക്ട്രോൺ കളഞ്ഞ് Fe2+ ആവുന്ന പറയുന്നത്. അപ്പൊ n സ്ഥാനത്ത് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. ലോഗ് ഓക്സിഡൈസ്ഡ് ബൈ റെഡ്യൂസ്ഡ്. ഓക്സിഡൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ അയോൺ, ലെഫ്റ്റിലെ ഈ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഇവിടെ ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന അയോൺ ആണ് മുകളിൽ എഴുതേണ്ടത്, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന അയോൺ ആണ് താഴെ എഴുതേണ്ടത്. അപ്പൊ Zn2+ മുകളിൽ എഴുതും, Fe2+ താഴെ എഴുതും. Zn2+ ഡിവൈഡഡ് ബൈ Fe2+. ഇത്രയും ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? Yes, sir. Yes, sir. ഇനി 0.2905 is equal to E0 സെൽ മൈനസ് 0.0591/2 ഇൻറ്റു log Zn2+ന്റെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട്, 0.01. Fe2+ന്റെ വാല്യൂ 0.001. Zn2+ന്റെ വാല്യൂ 0.01 ഡിവൈഡ് ബൈ Fe2+ന്റെ വാല്യൂ 0.001. അപ്പൊ 0.2905 is equal to E0 സെൽ മൈനസ് 0.0591/2 ഇൻറ്റു log 10⁻²/10⁻³ 0.01 10⁻² ആണ്, 0.001 10⁻³ ആണ്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാം, 10⁻1 എന്ന് വരും. അപ്പോ 0.2905 is equal to E0 സെല്ല് മൈനസ്
0.0591/2 into log 10 raised to minus 1 മുകളിൽ പോകുമ്പോൾ 10 raised to 1 ആവും. log 10 raised to 1 log 10 എന്ന് പറയുന്നത് 1 ആണ്, ഇതിന്റെ വാല്യൂ 1 ആണ്. അപ്പോ ഇതിൽ നമുക്ക് 0.2905 is equal to E0 സെല്ല് മൈനസ് 0.0591/2 into 1 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് E0 സെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. E0 സെല്ല് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. E0 സെല്ല് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 0.32 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങളുടെ E0 സെല്ല് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് KC ആണ്, KC. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് E0 cell is equal to 0.0591/n into log KC. ഇവിടെ ഇപ്പോ ഇസ്ഡൻ 2+ FE 2+ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2+, 2 ഇലക്ട്രോൺ കളയുന്നു, FEയും 2 ഇലക്ട്രോൺ കളയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ടും 2 ഇലക്ട്രോൺ വീതമാണ് കളയുന്നുള്ളത് കൊണ്ട് ഇവിടെ എന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. E0 സെല്ല് കണ്ടുപിടിച്ചു നമ്മൾ 0.32 എന്ന് കണ്ടുപിടിച്ചു. 0.32 is equal to 0.0591/2 into log KC എന്നായി. ക്രോസ് മൾട്ടിപ്ലൈ 0.32 into 2 is equal to 0.0591 log KC എന്നാവും. ഇതിന്ന് log KC കണ്ടുപിടിക്കാൻ ഈ 0.0591 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ log KC is equal to 0.32 into 2 by 0.0591 എന്ന് കിട്ടും. 2 0.0591 ക്യാൻസൽ ചെയ്യാം. 2 ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.0295 എന്ന് കിട്ടും. അപ്പോ log KC is equal to 0.032 by 0.32 ഡിവൈഡ് ബൈ എന്നാണ് കേട്ടോ. 0.32 log KC is equal to 0.32 divided by 0.0295 എന്ന് കിട്ടും. അതിൽ നമ്മൾ KC ആണ് കണ്ടുപിടിക്കുന്നത്. KC is equal to ഈ ലെഫ്റ്റ് സൈഡിൽ ലോഗ് മാറുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ 10 raised to എന്ന് പറഞ്ഞ് കൊടുക്കണം. ലെഫ്റ്റ് സൈഡിലെ ലോഗ് മാറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 10 raised to എന്ന് പറഞ്ഞ് കൊടുക്കണം. അതായത് ലോഗ് KC is equal to 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC is equal to 10 raised to 25 ആണ്. അത് ഓർത്ത് വെച്ചേക്കണം. log KC is equal to എത്രയാണോ അപ്പൊ KC is equal to 10 raised to something ആണ്. അപ്പൊ log KC is equal to 0.32 by 0.0295 ആണെങ്കിൽ KC is equal to 10 raised to 0.32 divided by 0.0295. മനസ്സിലായടെ പറഞ്ഞത്? ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ. Sir. 0.32 divided by 10 raised to 0.32 divided by 0.0. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, IIT-യിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ദയവ് ചെയ്തത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം ഇങ്ങനെയാണ്. Zn/Zn2+ Cu2+/Cu അത് Zn-ഉം സിങ്കും കോപ്പറോട് ചേർത്ത് സെൽ ഉണ്ടാക്കി. ആ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണ് 25 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ 1.1 വോൾട്ട് ആണ് 25 ഡിഗ്രി സെൽഷ്യസിൽ. The equilibrium constant for the cell reaction is about. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോ 25 ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 298 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ 298 കെൽവിൻ ടെമ്പറേച്ചറിൽ ഉള്ള ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ E0 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. E0 ഫോർ ദ സെൽ തന്നിട്ടുണ്ട്. അപ്പൊ E0 സെല്ലാണ് തന്നിരിക്കുന്നത്. E0 cell is equal to 1.1 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ KC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ KCയുടെ ഇക്വേഷൻ ഞാൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. E0 cell is equal to 0.0591
ബൈ n ഇൻറ്റു ലോഗ് കെ സി. നമുക്ക് ഇവിടെ കെ സി കണ്ടുപിടിക്കണം. അപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. E0 സെൽ ഇൻറ്റു n is equal to 0.0591 ഇൻറ്റു ലോഗ് കെ സി എന്നാവും. ഇതോടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. സോ ലോഗ് കെ സി is equal to E0 സെൽ ഇൻറ്റു n ഡിവൈഡഡ് ബൈ 0.0591 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.1. സോ 1.1 ഇൻറ്റു n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. Zn2 പ്ലസ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ കളയുന്നു. Cu2 പ്ലസ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ കളയുന്നു. രണ്ട് സ്ഥലത്തും കളയുന്ന 2 ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സോ ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കും? 2 ഡിവൈഡ് ബൈ 0.0591 എന്ന് കിട്ടും. കളയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n. സിങ്ക് 2 ഇലക്ട്രോൺ കളയുന്നു. സോ എന്നിന്റെ വില 2. കോപ്പർ 2 ഇലക്ട്രോൺ കളയുന്നു. എന്നിന്റെ വില 2. ഇപ്പൊ രണ്ട് സ്ഥലത്തും ഒരേ ഇലക്ട്രോണിന്റെ എണ്ണമാണെങ്കിൽ ആ നമ്പർ എന്നിന്റെ വിലയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോണും ഇവിടെ 1 ഇലക്ട്രോണാണ് വന്നതെന്നുണ്ടെങ്കിൽ 2 1 ആണ് വന്നതെങ്കിൽ 2 ഇൻറ്റു 1 എടുക്കണം. വ്യത്യസ്ത ഇലക്ട്രോണുകളാണ് രണ്ട് സ്ഥലത്തും വരുന്നത്, വ്യത്യസ്ത ചാർജാണ് രണ്ട് സ്ഥലത്തും വരുന്നതെന്നുണ്ടെങ്കിൽ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 2 ഇലക്ട്രോൺ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3 ഇലക്ട്രോണും റൈറ്റ് സൈഡിൽ 2 ഇലക്ട്രോണാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എത്ര എടുക്കുമായിരുന്നു? എന്നിന്റെ വിലയായിട്ട് എത്ര എടുക്കുമായിരുന്നു? 6. 3 ഇൻറ്റു 2 എത്ര എടുക്കും? 6 ഇലക്ട്രോൺ 3 എടുക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗ് കെ സി കിട്ടും. അപ്പൊ ലോഗ് കെ സി ഈസ് ഈക്വൽ ടു 1.65 ഇൻറ്റു ലോഗ് കെ സിയുടെ വാല്യൂ ഒരു വാല്യൂ കിട്ടും. അതിൽ നിന്ന് കെ സി കിട്ടണമെങ്കിൽ ലോഗിന് പകരം അപ്പുറത്ത് ആന്റി ലോഗ് എടുക്കണം. ആന്റി ലോഗ് ഓഫ് എക്സ് എന്ന് കിട്ടും. ആന്റി ലോഗ് ഇതിന്റെ ഇപ്പൊ ആൻസർ വരുന്നത് ഇവിടെ ഇപ്പൊ എക്സ് നിങ്ങൾ ചെയ്തു നോക്കണം. ഇതിൽ ചെയ്തു നോക്കിയിട്ട് ഇതിന്റെ ആന്റി ലോഗ് എടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 1.65 ഇൻറ്റു 10⁻37 എന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റിനും അതുപോലുള്ള പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. എളുപ്പ രീതിയിൽ ആന്റി ലോഗ് എടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ എക്സാമിന് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എളുപ്പമുള്ള വാല്യൂസ് പെട്ടെന്ന് ആന്റി ലോഗ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളൂ. ഇത്ര മനസ്സിലായ ചെയ്യാനായിട്ട്? Yes, sir. കാണാമല്ലോ സ്ക്രീൻ? കാണാം സർ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോൾറാഷ്യസ് ലാച്ച് നേരത്തെ നമ്മൾ ഒരു NaCന്റെ ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പോ Cl CH2CONA Cl CH2COONA അതിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 224 ആണ്. ഇനി NaClന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 38.2 ആണ്. HClന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 203 ആണ്. അങ്ങനെയാണെങ്കിൽ Cl CH2COHന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. Cl CH2COH. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതില് ഈ 3 സാധനങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. പക്ഷെ ഈ Cl CH2COH കിട്ടണം. അതായത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് Cl-ഉം CH2COH ഉള്ളത് ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പോ Cl CH2COH ഉള്ള സാധനങ്ങൾ ആകെ ഇത് 3 നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, എന്തുകൊണ്ട് ചെയ്യാം. പക്ഷെ Cl CH2COH കിട്ടണം. ഇവിടെ ഇപ്പൊ Cl CH2COO ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. അപ്പൊ ഈ 2 സാധനം നമുക്ക് വേണം. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുക. ഈ Naയും Cl-ഉം നമുക്ക് ആവശ്യമുള്ള സാധനത്തിൽ ഇല്ല, അപ്പൊ അതങ്ങ് മൈനസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതായത് Cl CH2COയും H കൂടെ ചേർന്നാലേ Cl CH2COH ആവത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് Naയും Cl-ഉം വേണ്ട. സോ ഈ വാല്യൂ നമുക്ക് വേണ്ടി വരത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വേണ്ടാത്തത് അങ്ങ് മൈനസ് ചെയ്യാം.
224ഉം 203 ആഡ് ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യുക, -38.2. അപ്പൊ നിങ്ങളുടെ ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായത്? Yes, sir. Yes, sir. When same quantity of electricity is passed for half an hour എന്നാണ് കേട്ടോ. For half an hour, the amount of copper and chromium deposited are respectively 0.375 gram and 0.30 gram respectively. Ratio of electrochemical equivalent of copper and chromium is dash. അപ്പൊ ഇതൊരു ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല സംഭവം. ഫോക്കസ് ഏരിയ ഒക്കെ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ് അറിയണം. ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന റൂളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 നിയമങ്ങൾ. ഒന്നാമത്തെ ലാ ആണ് ഫാരഡേസ് ഫസ്റ്റ് ലാ. ഫാരഡേസ് ഫസ്റ്റ് ലാ പറയുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിലേക്ക് ഒരു സൊല്യൂഷൻ, ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ വെച്ച് ഒരു ഇലക്ട്രോഡ് വയ്ക്കുന്നു. എന്നിട്ട് ആ ഇലക്ട്രോഡിലോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് Q ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് ആ ഇലക്ട്രോഡിലോട്ട് എന്ത് പാസ് ചെയ്തു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ചില സബ്സ്റ്റൻസുകൾ ആ ഇലക്ട്രോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തു. അതേപോലെ ചിലപ്പോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ചിലപ്പോ ചില സൊല്യൂഷനിലെ ചില സബ്സ്റ്റൻസ് ഇലക്ട്രോഡിൽ വന്ന് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ചില ഗ്യാസുകൾ പുറത്തു വരും. അപ്പൊ 2 കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത. നമ്മളൊരു ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആ ഇലക്ട്രോഡിൽ ചില വസ്തുക്കൾ പോയി ഒട്ടി ഡിപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും, ഗ്യാസസ് റിലീസ് ചെയ്യും. അതിനെല്ലാം നമ്മൾ ഇലക്ട്രോളിസിസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഇലക്ട്രോഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വസ്തു വന്ന് ആ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയോ അവിടെ നിന്ന് ഏതെങ്കിലും ഗ്യാസ് പുറത്തു വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് പറയുന്നത്. മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസ്, NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറഞ്ഞ് 10ാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ അളവ് W ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ W പ്രപ്പോർഷണൽ ടു Q ആയിരിക്കും. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലാ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന ഗ്യാസിന്റെ അളവ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. W പ്രപ്പോർഷണൽ ടു Q ആയിരിക്കും. അല്ലെങ്കിൽ W പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Z into Q എന്നാവും. Z is called electrochemical equivalent. എന്ന് പറയും. ഓർത്ത് വെച്ചേക്കണം. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് എന്നാണ് അതിനർത്ഥം. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. പക്ഷെ നമുക്കറിയാം Q ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ ഫിസിക്സിലൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. IT Q ഈക്വൽ ടു IT എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. I is called intensity of electric current. T is called time of flow of electric current. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ IT എന്ന് പറയുന്ന സാധനം ഇവിടെ കൊടുക്കാം Qന് പകരം. അപ്പൊ W is equal to ZIT. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടത്. ഏതൊരു വസ്തുവിലും ഡിപ്പോസിറ്റ്, ഏതൊരു ഇലക്ട്രോൺസ് നടത്തുമ്പോഴും അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന വസ്തുവിന്റെ അളവ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് ഇൻറ്റു ഇന്റൻസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലോ ആയിരിക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലാ. അങ്ങനെയാണെങ്കിൽ W1 is equal to Z1IT എന്ന് പറയാം. ഒരു ആദ്യത്തെ സബ്സ്റ്റൻസിനാണെങ്കിൽ W1 is equal to Z1IT എന്ന് പറയാം. ഇവിടെ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ Qന്റെ വില സെയിം ആണ്. അപ്പൊ Qന്റെ വില സെയിം ആണ്, Iയുടെ വില സെയിം ആണ്, Tയുടെ വില സെയിം ആണ്. അപ്പൊ നമുക്ക് അത് കോൺസ്റ്റന്റ് ഇടാം. രണ്ടാമത്തെ വസ്തുവിന് ഇപ്പോ
കോപ്പറിന്റെ കേസിൽ W1 = Z1 IT എന്ന് എഴുതി. ക്രോമിയം ആണ് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ W2 = Z2 IT എന്ന് എഴുതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ്. റേഷ്യോ ബിറ്റ്വീൻ ദ ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് എന്താണെന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ W1/W2 = Z1 IT divided by Z2 IT. IT ക്യാൻസൽ. അപ്പൊ W1/W2 = Z1/Z2 എന്ന് കിട്ടി. Z1/Z2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റുകളുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. Z1/Z2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. W1/W2 W1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.375. സോ 0.375 divided by W2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.30. W1 എന്ന് പറയുന്നത് ആദ്യം കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ അളവ്, W2 എന്ന് പറഞ്ഞാൽ ക്രോമിയം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ അളവ്, അതിന്റെ റേഷ്യോ 0.375/0.30. ദാറ്റ് ഈസ് ഈക്വൽ ടു Z1/Z2. അങ്ങനെയാണെങ്കിൽ Z1/Z2 എന്ന് പറയുന്നത് 1.25 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും 1.25 എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ. ക്ലിയർ ആണോ ഇവിടെ പറഞ്ഞത്? Yes, sir. Yes, sir. ബാക്കിയുള്ള റെസ്പോണ്ട് ചെയ്യണേ. No, sir. അടുത്ത ക്വസ്റ്റ്യൻ. The electrode potential of hydrogen electrode. അപ്പൊ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ഹൈഡ്രജന്റെ ഇലക്ട്രോഡിൽ pH 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഹൈഡ്രജന്റെ ഇലക്ട്രോഡ്, അപ്പൊ അത് നിങ്ങൾ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹൈഡ്രജന്റെ ഇപ്പൊ ഏതൊരു ഇലക്ട്രോഡ് ആണെങ്കിലും നമ്മൾ ഈ സെൽ എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോണിന്റെ പ്രത്യേകത, നമ്മളൊരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുക്കും. അതിനെ നമ്മൾ HCl എന്നാ പറയുന്നത്. HCl. അതിലോട്ട് ഒരു പ്ലാറ്റിനം വയർ ഇറക്കി വെച്ച്, ഒരു പ്ലാറ്റിനം വയർ ഇറക്കി വെക്കും. പ്ലാറ്റിനം വയർ, അതിന്റെ അറ്റത്തൊരു പ്ലാറ്റിനത്തിന്റെ തകിട് കാണും, പ്ലാറ്റിനം ഫോയിൽ കാണും, പ്ലാറ്റിനം ഫോയിൽ. ഇത്രയും സാധനത്തിന് നമ്മളൊരു ഗ്ലാസ് കണ്ടെയ്നറിന്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് ഈ വയർ വെളിയിൽ എടുത്തേക്കും. ഈ സാധനമാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിനകത്ത് HCl ഉണ്ട്, അതിനകത്തൊരു പ്ലാറ്റിനം വയർ ഇറക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ അറ്റത്തൊരു പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്, അതിന് ചുറ്റും ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ട്, ഒരു ഗ്ലാസ് കണ്ടെയ്നർ. ഇത്രയും സാധനം ചേരുന്നതാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് ഇതിന്റെ മാത്രം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വില 10, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വില കണ്ടുപിടിക്കാൻ പറയാണ്. pH 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇത്രയാണ്. E cell is equal to ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E cell is equal to ഏത് ഇലക്ട്രോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. E cell is equal to E0 cell minus 0.0591/n into log 1 divided by ഇലക്ട്രോഡിന്റെ കേസ് അല്ലേ പറയുന്നത്. അപ്പൊ സെൽ എന്ന് എഴുതണ്ട, E is equal to എന്ന് എഴുതിയാൽ ഈ ഇലക്ട്രോഡ് is equal to E0 ഇലക്ട്രോഡ് minus 0.0591/n into log 1 by concentration of ions. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. അപ്പൊ ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്ന വിവരം, ഇലക്ട്രോഡിന് പകരം എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. അപ്പൊ ഈ ഹൈഡ്രജൻ is equal to E0 ഹൈഡ്രജൻ മൈനസ് 0.0591/n എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. അപ്പൊ ഹൈഡ്രജൻ ആകുമ്പോൾ H പ്ലസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ, ഒരു പ്ലസ് ആണുള്ളത്, ഒരു ഇലക്ട്രോൺ ആണ് കളയുന്നത്. സോ ഇതിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ഇൻറ്റു ലോഗ് 1 ഹൈഡ്രജന്റെ അയോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ H പ്ലസ് അയോൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഹൈഡ്രജൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തോളണം, ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E0 ഹൈഡ്രജന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും. ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 0 മൈനസ് 0.0591 ഇൻറ്റു ലോഗ് 1/H പ്ലസ് എന്നാവും. ഈ മൈനസ് എന്നുള്ളത് മൈനസ് ഈ H പ്ലസ് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ എഴുതണം എന്ന് വെച്ചോ, ഡിനോമിനേറ്റർ കിടക്കണം, ലോഗിന്റെ അകത്ത് ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പർ മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. അപ്പോ
ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. പ്ലസ് 0.0591 ഇൻറ്റു ലോഗ് എച്ച് പ്ലസ് മോളിൽ പോകും. എച്ച് പ്ലസ്. ഇനി ഞാൻ ഇതിനെ ചെറിയ മാറ്റം വരുത്തി എഴുതാൻ പോവാണ്. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു, ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ മാറ്റി എഴുതാൻ പോകുന്നു. മൈനസ് 0.0591 ഇൻറ്റു മൈനസ് ലോഗ് എച്ച് പ്ലസ്. ഇത് സെയിം ആണ്. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്നുള്ളതാണ് പ്ലസ്. ഈ പ്ലസിന് പകരം ഞാൻ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് എഴുതി. ഇനി ബട്ട് പുതിയൊരു ഇക്വേഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് മൈനസ് ലോഗ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് പി എച്ച് ആണ്. ഏതൊരു സൊല്യൂഷന്റെയും പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം എച്ച് പ്ലസ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസിന് വരെ നമുക്ക് പി എച്ച് എന്ന് കൊടുക്കും. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു മൈനസ് 0.0591 ഇൻറ്റു പി എച്ച്. ഇവിടെ ഇപ്പൊ പി എച്ച് തന്നിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ മൈനസ് 0.0591 ഇൻറ്റു പി എച്ചിന്റെ വില 10. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ ഒരു സ്ഥാനം വലതോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അതായത് മൈനസ് 0.591 ആണ് ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത്രയും വോൾട്ട്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. അത്ര മാത്രം ചെയ്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ എഴുതി നോക്കാം. അതാണ് ഞാൻ എഴുതി വന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? Yes, sir. Yes, sir. ഇനി സെയിം ക്വാണ്ടിറ്റി ഓഫ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. അതാണ് ഇപ്പൊ പറഞ്ഞതല്ലേ? Sir, electrode potential of hydrogen ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞു. ഓക്കെ, പ്രോപ്പർ വരെ. ഇനി ഇത് ഫോർ ദ റിഡക്ഷൻ ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഫോർ ദ റിഡക്ഷൻ ഓഫ് സിൽവർ അയോൺസ് വിത്ത് കോപ്പർ മെറ്റൽ our standard cell potential was found to be plus 0.46 volt at 25 degrees Celsius. E0 cell തന്നിട്ടുണ്ട്. E0 cell is given. E0 cell is equal to plus 0.46 volt തന്നിട്ടുണ്ട്. ഡെൽറ്റ G0 കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡെൽറ്റ G0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ G0 cell is equal to ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാനായിട്ട് 2-3 ഇക്വേഷൻസ് ഉണ്ട്. ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഡെൽറ്റ G0 is equal to ഡെൽറ്റ H0 മൈനസ് ടി ഡെൽറ്റ S0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ എൻതാൽപി ചേഞ്ച് എന്നാണ്. ഡെൽറ്റ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് എന്നാണ്. അല്ലെങ്കിൽ ഡെൽറ്റ G0 is equal to മൈനസ് 2.303 RT log Kc. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ G0 is equal to മൈനസ് 2.303 RT log Kc എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡെൽറ്റ G0 is equal to മൈനസ് NFE എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുന്നു. Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, F ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഒരു ഫാരഡേ എന്ന് പറയുന്നത് 96500 കൂളോംബ് ആണ്. ഒരു ഫാരഡേ എന്ന് പറയുന്നത് 96500 കൂളോംബ് ആണ്. ഡെൽറ്റ G0 മൈനസ് NF E0 സെൽ എന്നാണ് കേട്ടോ. ഡെൽറ്റ G0 മൈനസ് NF E0 സെൽ. ഡെൽറ്റ N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺ, F ഫാരഡേസ് കോൺസ്റ്റന്റ്, അതിന്റെ വില 96500 കൂളോംബ് ആണ്. എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ്? ഒരു മോൾ വസ്തുവിന്റെ ചാർജ് ആണ് 1 ഫാരഡേ. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 96500 കൂളോംബ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ഡെൽറ്റ G0 ആണ്. ഡെൽറ്റ G0 ആണ്. ഡെൽറ്റ G0 മൈനസ് NF E0 സെൽ ആണ്. അപ്പൊ ഡെൽറ്റ G0 is equal to മൈനസ് NF E0 സെൽ, that is equal to മൈനസ് എന്നിന്റെ വാല്യൂ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇവിടെ ഇപ്പൊ സിൽവർ അയോൺസും ഉണ്ട്, കോപ്പർ അയോൺ. സിൽവർ അയോൺ എന്ന് പറയുമ്പോൾ Ag+ എന്നാണ് നമ്മൾ പറയുന്നത്. കോപ്പർ അയോൺ എന്ന് പറയുമ്പോൾ Cu2+ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 1+, ഇവിടെ 2+.
1ഉം 2ഉം ആണ്, വ്യത്യസ്ത ചാർജ് ആണ്. വ്യത്യസ്ത ചാർജ് ആണെങ്കിൽ അവർ മൾട്ടിപ്ലൈ ആണ്. 1 into 2, അതായത് 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ എഴുതേണ്ടത്. -2 into ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ 96500 into E0 സെല്ലിന്റെ വാല്യൂ +0.46. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ജൂളിലായിരിക്കും കിട്ടുന്നത്. അതിനെ ഞങ്ങൾ 1000 കൊണ്ട്, ഇവിടെ കിട്ടുന്ന വിലയെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിലോ ജൂളിലുള്ള ഉത്തരം കിട്ടും. കാരണം ഇവിടെ കിലോ ജൂളിലാണ് ആൻസറുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഉത്തരം കിട്ടും, എക്സ് എന്ന് കിട്ടുന്ന വെച്ചാൽ അപ്പൊ x/1000 എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് കിലോ ജൂളിലെ വാല്യൂ എന്ന് പറയുന്നത്. എപ്പോഴും ΔG0 കിട്ടുന്നത് ജൂളിലായിരിക്കും. അതിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? കിലോ ജൂൾ. ഇത്രയും ക്ലിയർ ആണോ? യെസ് സർ. Oh, sir. യെസ് സർ. അടുത്ത ക്വസ്റ്റ്യൻ. How many coulomb of electricity are required for the reduction of 1 mole of MnO4 minus to Mn2 plus? 1 മോൾ MnO4 മൈനസിനെ 1 മോൾ MnO4 മൈനസിനെ Mn2 പ്ലസ് ആക്കി മാറ്റാനായിട്ട് എത്ര ചാർജ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കറണ്ട് കൊടുക്കും? കുറച്ച് കറണ്ട് കൊടുക്കുമ്പോഴാണ് MnO4 മൈനസ് Mn2 പ്ലസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ MnO4 മൈനസ് Mn2 പ്ലസ് ആവുന്നതാണ് 1 മോൾ. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് എത്ര മാത്രം? ഇപ്പോ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ ഇൻവോൾവ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ 2 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 ഫാരഡേ കറണ്ട് കൊടുക്കേണ്ടി വരും 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ. അപ്പൊ ഏതൊരു വസ്തുവിന്റെ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ അവിടെ എത്ര ഇലക്ട്രോൺ ആണോ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇപ്പൊ ഒരു റിയാക്ഷനിൽ 3 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ വസ്തുവിന്റെ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3 ഫാരഡേ കറണ്ട് കൊടുക്കേണ്ടി വരും. ഒരു റിയാക്ഷനിൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കറണ്ട് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ഇലക്ട്രോൺ ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് 1 ഫാരഡേ ആയിരിക്കും. അതായത് എത്ര ഇലക്ട്രോൺസ് ആണോ ഇൻവോൾവ് ചെയ്യുന്നത് അത്രയും ഫാരഡേ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലാ. ഫാരഡേസ് സെക്കൻഡ് ലാ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയടാ നിങ്ങൾക്ക്? യെസ് സർ. അപ്പൊ ഇവിടെ എത്ര ഈ MnO4 മൈനസ് Mn2 പ്ലസ് ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ആണ് പങ്കെടുക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ എത്ര ഇലക്ട്രോൺ ആണ് MnO4 മൈനസ് Mn2 പ്ലസ് ആകുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ MnO4 മൈനസിന്റെ Mന്റെ ചാർജ് കണ്ടുപിടിക്കണം. ഇവിടെ Mന്റെ ചാർജ് 2 പ്ലസ് ആണ്. അപ്പൊ ഇവിടത്തെ Mന്റെ ചാർജ് കണ്ടുപിടിക്കണം. ഇവിടെ ഓക്സിജന്റെ ചാർജ് -2 ആണ്. Mന്റെ ചാർജ് x കൊടുക്കുക. അപ്പൊ x -2 into 4 -8 is equal to ഇവിടത്തെ ചാർജ് -1. x നമ്മൾ ചാർജ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് റിഡോക്സിൽ. x into 1 x -2 into 4 -8 is equal to -1. അതിന് x is equal to -1 -8 അപ്പുറത്ത് പോകുമ്പോൾ +8 ആവും. That is equal to +7. +7. അപ്പോൾ ഇവിടെ മാംഗനീസിന്റെ ചാർജ് എന്ന് പറയുന്നത് +7 ആണ്. ഇവിടെ മാംഗനീസിന്റെ ചാർജ് +7 ആണ്. ഇവിടെ മാംഗനീസിന്റെ ചാർജ് 2 പ്ലസ് ആണ്. അതായത് ഇവിടെ 7 ഇലക്ട്രോണിന്റെ കുറവുണ്ട്, ഇവിടെ 2 ഇലക്ട്രോണിന്റെ കുറവേ ഉള്ളൂ. അതായത് ഇവിടെ നിന്നോ ഇതിന് 5 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട് എന്ന് അർത്ഥം. 7 ഇലക്ട്രോണിന്റെ കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ 7 ഇവിടെ 2, അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 7 - 2 എത്ര? 5 ഇലക്ട്രോൺ. അവിടെ 5 ഇലക്ട്രോൺ ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ 5 ഫാരഡേ കറണ്ട് നമ്മൾ കൊടുക്കണം. എത്ര ഇലക്ട്രോൺ ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ കറണ്ട് കൊടുക്കണം. ഇവിടെ 5 ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് കൊണ്ട് വി ഹാവ് ടു ഗീവ് 5 ഫാരഡേ ഓഫ് കറണ്ട്. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 96500 ആണ്. അപ്പൊ 5 ഫാരഡേ എന്ന് പറയുമ്പോൾ 5 into 96500 കൂളോംബ് എന്നാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ് സർ. അടുത്തത്
the appropriate time duration in hours, എത്ര സമയം വേണം, മണിക്കൂറിൽ എത്ര സമയം വേണം to electroplate 30 gram of calcium from molten calcium chloride using a current of 5 ampere. അതായത് ഒരു സൊല്യൂഷനിൽ നിങ്ങൾ കാൽഷ്യം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ എടുത്തു, എന്നിട്ട് അതിലോട്ട് ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഒരു ബീക്കറിൽ കുറച്ച് സൊല്യൂഷൻ എടുത്തു, കാൽഷ്യം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ എടുത്തു. കാൽഷ്യം ക്ലോറൈഡിന്റെ സൊല്യൂഷന്റെ അകത്ത് Ca2+ അയൺസ് ഉണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ട് കുറച്ച് കറണ്ട് പാസ് ചെയ്തു. 5 ആംപിയർ കറണ്ടാണ് പാസ് ചെയ്തത്. 5 ആംപിയർ കറണ്ടാണ് പാസ് ചെയ്തത്. എത്ര സമയം 5 ആംപിയർ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 30 ഗ്രാം കാൽഷ്യം ഇവിടെ പോയി ഒട്ടിപ്പിടിക്കും എന്നാണ് ചോദ്യം. ഒരു ബീക്കറിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡ് ആണ്. കറണ്ട് ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ Ca2+ അയൺസ് ഇവിടെ പോയി ഒട്ടിപ്പിടിക്കും. ഈ ഇലക്ട്രോഡിന്റെ അറ്റത്ത് പോയി ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇവിടെ 5 ആംപിയർ കറണ്ട് കൊടുത്ത എത്ര മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 30 ഗ്രാം കാൽഷ്യം ക്ലോറൈഡ് ഇവിടെ പോയി ഒട്ടിപ്പിടിക്കുമെന്ന് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഒരു മോൾ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് എത്ര ഇലക്ട്രോൺ ആണോ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ എടുക്കണം. അപ്പൊ കാൽഷ്യം ആകുമ്പോൾ 2 ഇലക്ട്രോൺ, 2+ അല്ലേ, അപ്പൊ 2 ഇലക്ട്രോൺ ആണ് പങ്കെടുക്കുന്നത്. കാൽഷ്യം 2+ എന്നാണ് പറയുന്നത്. കാൽഷ്യം 2 ഇലക്ട്രോൺ ആണ് കളയുന്നത്. 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ 2 ഫാരഡേ കറണ്ട് കൊടുക്കും. 2 ഫാരഡേ എന്ന് പറയുമ്പോൾ 96500 × 2 എന്നാണ്. 1 മോൾ കാൽഷ്യം എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസിന് തുല്യമാണ്. ഏതൊരു വസ്തുവിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് മാസിന് തുല്യമാണ്. കാൽഷ്യത്തിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസായ 40 ഗ്രാമിന് തുല്യമായി. അതായത് 40 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യാൻ 96500 × 2 കൂളോംബ് കറണ്ട് കൊടുക്കണം. ഒന്നുകൂടെ പറയാം, 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അത്രയും ഫാരഡേ കറണ്ട് കൊടുക്കണം. അപ്പൊ കാൽഷ്യം 2+ എന്നാണ് പറയുന്നത്. സോ 2 ഇലക്ട്രോൺസ് ആണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഫാരഡേ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. കാൽഷ്യത്തിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് ഗ്രാം അറ്റോമിക് മാസിന് തുല്യമാണ്. എത്രയും 40 ഗ്രാമാണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് 40 ആയിരുന്നു. ഗ്രാം അറ്റോമിക് മാസ് 40 ഗ്രാമാണ്. ഫാരഡേയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 96500 × 2 ആണ്. കാരണം ഫാരഡേയുടെ വാല്യൂ 9600 ആണ്. 2F എന്നാകുമ്പോൾ 96500 × 2 ആണ്. അതായത് 40 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 96500 × 2 കൂളോംബ് കറണ്ട് കൊടുക്കണം. പക്ഷെ നമ്മളിവിടെ ഡിപ്പോസിറ്റ് എടുക്കുന്നത് എത്ര ഗ്രാമാണ്? 30 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 30 ഗ്രാമിന് എത്ര കറണ്ട് കൊടുക്കണം, എത്ര എക്സ് കൂളോംബ് കറണ്ട് കൊടുക്കണം എന്ന് വിചാരിക്കുക. എത്ര കറണ്ട് കൊടുക്കണം നമുക്ക് അറിയത്തില്ലല്ലോ. എത്ര കൂളോംബ് കറണ്ട്, എത്ര എമൗണ്ട് ഓഫ് കറണ്ട് കൊടുക്കണം നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് കൊടുക്കണം നമ്മൾ കണ്ടുപിടിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 4 × x = 96500 × 2 × 30. അതിൽ നിന്ന് x = 96500 × 2 × 30/4 എന്ന് കിട്ടും. എക്സിന്റെ വില എന്ന് പറയുന്നത് 144,750 കൂളോംബ് എന്ന് കിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായി സർ. പറഞ്ഞോടോ. 40 അല്ലേ? 40 × x അല്ലേ സർ? 40 ചെയ്യുമ്പോ ഇത് ആൻസർ തന്നെ കിട്ടും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടോ പറഞ്ഞു. അപ്പോ ഇവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് 144,750 കൂളോംബ് കറണ്ടാണ് കൊടുക്കുന്നത്. വി ആർ ഗിവിംഗ് 144,750 കൂളോംബ് ഓഫ് കറണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് Q. Qന്റെ വാല്യൂ, കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവാണ് Q. Q = 144,750 കൂളോംബ്. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I തന്നിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് 5 ആംപിയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ T ആണ് കണ്ടുപിടിക്കേണ്ടത്. Q = IT എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന്ന് T കണ്ടുപിടിക്കണം, ടൈം ഓഫ് ഫ്ലോ. ദാറ്റ് ഈസ് Q/I. 144,750 / 5. അപ്പൊ ടൈം കിട്ടും. ടൈം എന്ന് പറയുന്നത് 28,950 സെക്കൻഡ് എന്ന് കിട്ടും. ഇത് സെക്കൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്തിലോട്ട് മാറ്റണം? അവറിലോട്ട് മാറ്റണം. അതിന് സെക്കൻഡിലെ അവറിലോട്ട് മാറ്റുന്ന സമയത്ത് ഒരു അവർ എന്ന് പറയുമ്പോൾ 60
മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. അപ്പൊ ഡിവൈഡ് ബൈ 60 × 60 അവർ സെക്കൻഡിനെ നമ്മൾ അവറിലോട്ട് മാറ്റണം. 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8.04 അവർ കിട്ടും. 8 മണിക്കൂർ കിട്ടും. 8.04 8 മണിക്കൂർ, ഏകദേശം 8 മണിക്കൂർ.